റോഡ് പൊളിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തികൾ നടത്താതായതോടെ ദുരിതത്തിലായി തൃശൂർ അന്തിക്കാട് സ്വദേശികൾ. അന്തിക്കാട് പുത്തൻകോവിലകം റോഡാണ് കലുങ്ക് പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചത്. നിർവഹണ ഉദ്യോഗസ്ഥൻ സ്ഥലം മാറിപ്പോയതാണ് പദ്ധതി യാഥാർത്ഥ്യമാകാൻ വൈകുന്നതിന് കാരണമെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. 15 ദിവസത്തിലധികമാകുന്നു അന്തിക്കാട് പുത്തൻകോവിലകം റോഡ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ പേരിൽ പൊളിച്ചിട്ടിട്ട്. ഗതാഗതം കൂടി തടഞ്ഞതോടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. റോഡിന് കുറുകെ കലുങ്ക് നിർമ്മിക്കാനായി സ്ലാബുകൾ ഇളക്കി മാറ്റിയിട്ട് ദിവസങ്ങളേറെയായിട്ടും ഒരു നിർമ്മാണ പ്രവർത്തനവും ഇതുവരെ നടത്തിയിട്ടില്ല. ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. അന്തിക്കാട് സെന്ററിന് സമീപം KGM സ്കൂളിന് സമീപം പോകുന്നതാണ് പുത്തൻകോവിലകം റോഡ്. 28 വർഷങ്ങൾക്ക് ഇപ്പുറം 1.5 കിലോമീറ്റർ ദൂരമുള്ള റോഡ് ടാറിംഗ് ചെയ്യാൻ തീരുമാനിച്ചു. MLA ഫണ്ടിൽ നിന്ന് അതിനായി 30 ലക്ഷം രൂപയും അനുവദിച്ചു. റോഡിന് തുടക്കത്തിലുള്ള കലുങ്ക് പുനർനിർമ്മിക്കാൻ പൊളിച്ചിടുകയും ചെയ്തു. റോഡ് പൊളിച്ചിട്ടതോടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്ക് അടക്കം എത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. അന്തിക്കാട് കോൾ മേഖലയിലേക്ക് വിത്തും വളവും കൊണ്ടുപോകുന്ന കർഷകരും ദുരിതത്തിലാണ്. കോളിന്റെ പണി തുടങ്ങിക്കഴിഞ്ഞു. കോളിലേക്ക് വിത്തും വളവും കുമ്മായം എല്ലാം കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട റോഡാണിത്. അന്തിക്കാട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റോഡുകളിൽ ഒന്നാണ് ഇത്. ഈ റോഡും അതുപോലെ തന്നെ ആശുപത്രി റോഡും. ഇത് 27-28 വർഷമായി ഇത് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്. 15 ദിവസം കഴിഞ്ഞിട്ടും പൊളിച്ചിട്ട റോഡ് നന്നാക്കാൻ ആരും എത്തിയിട്ടില്ല. ഇതാണ് പ്രതിഷേധത്തിന് വഴിവെക്കുന്നത്. സർക്കാർ സംവിധാനത്തിൽ വന്ന പാകപ്പിഴവാണ് ജനങ്ങൾക്ക് ദുരിതം സമ്മാനിച്ചതെന്ന് റോഡ് കമ്മിറ്റി പ്രസിഡന്റ് രഘുനാഥൻ ആരോപിക്കുന്നു. സർക്കാരിന്റെ സംവിധാനങ്ങളിൽ വന്ന പാകപ്പിഴകൾ മൂലം ഈ റോഡ് ടെൻഡർ എടുത്ത ആൾക്ക് വേനൽക്കാലത്ത് തന്നെ പണിയെടുക്കാൻ സാധിച്ചില്ല. മഴക്കാലത്ത് പണി തുടങ്ങിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ വെച്ചാൽ പഞ്ചായത്തിലെ എഞ്ചിനീയർ മാറിപ്പോയി. പുതിയ ആൾ വന്ന് ചാർജ് എടുത്തിട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വൈകിപ്പോയി. അതേസമയം അന്തിക്കാട് ബ്ലോക്കിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്ഥലം മാറിപ്പോയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അന്തിക്കാട് പഞ്ചായത്തിന്റെ വിശദീകരണം. ജനങ്ങൾ ദുരിതം മനസ്സിലാക്കി തദ്ദേശ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പുതിയ ഉദ്യോഗസ്ഥനെ ചുമതലയേൽപ്പിച്ചതായും വരും ദിവസങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. അപ്പോൾ ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ വന്നത് നമ്മുടെ ബ്ലോക്കിലെ IX ആണ് ഇതിന്റെ നിർവഹണം നടത്തുന്നത്. അവര് സ്ഥലം മാറിപ്പോയി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വൈകിയത്. അപ്പം നമ്മൾ നിരന്തരമായി മന്ത്രിയെ ഇടപെട്ട് ഇവിടേക്ക് വരുന്ന ആളെ ബന്ധപ്പെടുകയും എത്രയും പെട്ടെന്ന് അവർ നാളെ തന്നെ അവർ ചാർജ് എടുത്ത് അതിന്റെ പണി ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.